ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 17. മോദി ഭരണത്തിന് വൻ താക്കീതായി ഗ്രാമീൺ ബന്ദ്. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സമ്പന്ന സവർണാനുകൂല സംഘപരിവാർ ഭരണം ഒരു ദശാബ്ദം പൂർത്തിയാകുമ്പോൾ എല്ലാ മേഖലകളിലും ഇന്ത്യയെ 2 നൂറ്റാണ്ട് പിറകിലേക്ക് നടത്തിച്ചതിന്റെ വ്യക്തമായ തെളിവുകൾ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. 2014 മെയ് 26 മോദി സ്ഥാനമേറ്റത് രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, ദൈക്ഷണിക രംഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടെയാണെന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു കാര്യങ്ങളുടെ ദിശ. കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പലവട്ടം അത്യുജ്വലങ്ങളായ സമര മുന്നേറ്റങ്ങളുണ്ടായി. അവയിൽ അണിചേർന്ന ജനവിഭാഗങ്ങളെ കബളിപ്പിക്കും വിധം ചർച്ചാ പ്രഹസനങ്ങൾ നടത്തി വഞ്ചിക്കുകയായിരുന്നു ഭരണ നേതൃത്വം. ഒത്തുതീർപ്പുകളിലെ വ്യവസ്ഥകളും കൂടിയാലോചനകളിലെ തീരുമാനങ്ങളും നടപ്പാക്കാൻ തയ്യാറാകാത്ത മോദിയുടെ കണ്ണു തുറപ്പിക്കുന്ന ഐക്യപ്രസ്ഥാനമായി സംയുക്ത കിസാൻ മോർച്ച വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്ത ഗ്രാമീണ ബന്ദ്. സംയുക്ത കിസാൻ മോർച്ചയുടെയും കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയുടെയും നേതൃത്വത്തിൽ കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് കൊള്ള അവസാനിപ്പിക്കാനും കൃഷിയെയും രാജ്യത്തെയും സംരക്ഷിക്കാനും ആഹ്വാനം ചെയ്തുള്ള ബന്ദ് രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെയായിരുന്നു. പകൽ 12 മുതൽ 4 വരെ ഗ്രാമപ്രദേശങ്ങളിലെയും ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലെയും പ്രകടനങ്ങളിലും റോഡ് ഉപരോധങ്ങളിലും ആവേശകരമായ ജനപങ്കാളിത്തമുണ്ടായി. 2020 ദില്ലി കർഷക പ്രക്ഷോഭത്തിലും സംയുക്ത കിസാൻ മോർച്ച ഗ്രാമീണ ബന്ദിനാണ് ആഹ്വാനം നൽകിയിരുന്നത്. അതിനെ വിവിധ ട്രേഡ് യൂണിയനുകൾ പിന്തുണയ്ക്കുകയായിരുന്നു. വനിതാ സംഘടനകളുടെ പിന്തുണ ഇക്കുറി സമരാഗ്നി ആളിക്കത്തിച്ചു. BJP സർക്കാരിൻ്റെ ജനവിരുദ്ധമായ ബഹുരാഷ്ട്ര ഭീമന്മാരെ തുണയ്ക്കുന്ന നയങ്ങളുടെ മുഖ്യ ഇരകൾ സ്ത്രീകളാണ്. കോർപ്പറേറ്റ് വർഗീയ അച്ചുതണ്ട് നയിക്കുന്ന സർക്കാർ സംവിധാനങ്ങളും അവ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളും സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നതുമാണ്. വിവിധ സ്ത്രീ സംഘടനകൾക്കൊപ്പം അങ്കണവാടി ജീവനക്കാരും അസംഘടിത തൊഴിലാളികളും പ്രക്ഷോഭത്തിൽ അണിനിരക്കുകയുണ്ടായി. മിനിമം വേതനം ഉൾപ്പെടെ അവരുടെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ബന്ദിന് വിവിധ വാണിജ്യ വ്യാപാര സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു. ഗ്രാമങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങൾ അടക്കം സ്തംഭിപ്പിക്കുകയുണ്ടായി. നാടൻ കമ്പോളങ്ങൾ പോലും തുറക്കാത്തതിനാൽ വിതരണ ശൃംഖല പൂർണ്ണമായും സ്തംഭിച്ചു. സാധാരണ കടകൾ, ധാന്യചന്തകൾ, സർക്കാരിതര ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന SKMന്റെ അഭ്യർത്ഥന രാജ്യമാകെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ഒട്ടുമിക്ക ഇടങ്ങളിലും വാഹനങ്ങൾ ഓടിയില്ല. സംസ്ഥാനത്ത് രാജ്ഭവനും കേന്ദ്ര സർക്കാർ ഓഫീസുകളും ഉപരോധിച്ചു. BSNLൽ സെക്ടർ പണിമുടക്കായിരുന്നു. ഗ്രാമീണ ബന്ദിന് പിന്തുണയുമായി 16 വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ ഐക്യ വിദ്യാർത്ഥി മുന്നണി അഖിലേന്ത്യാ നിലവാരത്തിൽ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ബന്ദിൽ പ്രശസ്ത സർവകലാശാലകളും കലാലയങ്ങളും പൂട്ടേണ്ടി വന്നു. വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണ നിലപാടുകൾക്കെതിരെയുമാണ് പ്രതിഷേധമെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയ സംഘടനകൾ മതനിരപേക്ഷതയുടെയും യുക്തിചിന്തയുടെയും ശാസ്ത്രബോധത്തിന്റെയും അടിത്തറ തകർക്കുന്ന പുത്തൻ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണ നയങ്ങൾ അധസ്ഥിത വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ സർവകലാശാലകളിൽ നിന്ന് ആട്ടിയോടിക്കുന്നതാണ്. ആ പശ്ചാത്തലത്തിൽ കർഷകരുടെ ദയനീയ സ്ഥിതിയിലേക്ക് വിദ്യാർത്ഥികളെയും ആഴ്ത്തുമോ എന്ന ഭയപ്പാട് പ്രബലമാണെന്നും കാണാം. ഭാരത് ബന്ദിനോടനുബന്ധിച്ച പ്രകടനങ്ങളിൽ DYFI നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങളും ഭാഗമായി. ചുരുക്കത്തിൽ ഇതൊരു മുന്നറിയിപ്പാണ് ആർത്തിരമ്പാനിരിക്കുന്ന ജനശക്തിയുടെ.